കൃഷ്ണേന്ദു, നമ്മുടെ CJP സമരത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. വഴിത്തിരിവെന്നല്ല, നമ്മുടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു സമരം എന്ന് പറയാം, പ്രൊട്ടസ്റ്റ് CJP സമരത്തിന് അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കൂടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും പ്രതിനിധികളും ഒക്കെ ഇതിന് പങ്കെടുത്തു. മന്ത്രിമാരെന്ന് മാത്രം പറയാൻ പറ്റില്ല ജ്യോതിക, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുക എന്നുള്ളതാണ്. അതിൽ പക്ഷേ ഏറ്റവും വേദനാജനകമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള കൊടിക്കുന്നിൽ സുരേഷ് MP, ഡീൻ കുര്യാക്കോസ് MP, അതുപോലെ നമ്മുടെ മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കൂടെ ആയിട്ടുള്ള PC വിഷ്ണുനാഥ്, ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നൊരു വാർത്ത കൂടെ വരുന്നൊരു നിലയുണ്ട്. തീർച്ചയായും. കൂടാതെ ഇവരവിടെ സമാധാനപരമായിട്ടായിരുന്നു സമരം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ സമരപ്പന്തല് പോലീസുകാർ തകർക്കുകയുണ്ടായി. എന്നിട്ടും അവരത് പുനർനിർമ്മിച്ചു. ഏകദേശം ഒന്ന് പുനർനിർമ്മിച്ചിട്ട് വീണ്ടും സമരം തുടങ്ങുന്ന സമയത്തായിരുന്നു ബലം പ്രയോഗിച്ച് ഇവർ 3 പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പോലും അറിയാത്ത വിധത്തിലേക്ക്, അതായത് ഏറ്റവും സമാധാനപരമായി നടക്കുന്ന ഒരു സമരത്തെ, നിരാഹാരമായിക്കോട്ടെ എന്തായിക്കോട്ടെ, സമാധാനപൂർണ്ണമാണെങ്കിൽ മറ്റെന്താ പ്രശ്നമുള്ളത്? ഈ ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായിട്ട് ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ സമരം ചെയ്യാനുള്ള അവകാശം നമുക്കുള്ളതല്ലേ? യാതൊരുവിധ പ്രകോപനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടി പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ ഉണ്ടാകുന്ന ഈ സമരത്തെ പോലീസുകാര് ബലമായി പിടിച്ചുകൊണ്ട്, കൂടാതെ 10ഓളം വനിതാ പ്രതിനിധികളെ കൂടി അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഈ രാജ്യത്ത് കുറച്ച് നാളുകളായി നമ്മൾ കാണുന്ന ഒരു സ്ഥിതി ഇത് തന്നെയാണ്. എന്ത് പ്രതിഷേധം നടന്നോട്ടെ, പക്ഷെ അതിനെയൊക്കെ ഞങ്ങൾ ഏത് വിധേനയും അടിച്ചമർത്തും എന്നതാണ്. അതിനുള്ള ഏറ്റവും അടുത്ത ഉദാഹരണമാണ്, ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമുക്ക് മുന്നിലുള്ള ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾ. അതും ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ച് മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്യുന്നുണ്ട്. ഇവരെ ഒരു തരത്തിലും അഭിമുഖീകരിക്കാനോ എന്താണ് സമരത്തിന്റെ ഉദ്ദേശമെന്ന് അവരോട് ചോദിക്കാനോ, കാരണം രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളാണ് ആ സമരം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയൊക്കെ ഒരു സമരത്തിന് ഇറങ്ങുക എന്ന് വെച്ചാൽ അത് എന്ത് വലിയ ഒരു പ്രൊട്ടസ്റ്റ് ആയിരിക്കണം. അത് അവര് ഉന്നയിക്കുന്ന ചോദ്യങ്ങളും അവരുടെ കാര്യങ്ങളും എന്തോളം കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. പക്ഷെ മുന്നത്തെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് ഉൾപ്പെടെ രാജ്യ തലസ്ഥാനത്ത് പോയി സമരം ചെയ്തിട്ടുള്ള വാർത്തകൾ നമുക്കറിയാം. അപ്പോഴൊന്നും ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു സമീപനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലും പറയേണ്ട കാര്യമില്ല, ഉണ്ടാവില്ല. ഇനി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമല്ലേ? ഇത് തീർച്ചയായും വളരെ മോശപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന്റെ അവകാശമാണിത്, മൗലിക അവകാശമാണ്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സമാധാനപൂർണമായ ഒരു സമരം നയിക്കുമ്പോൾ അതിനെതിരെ പ്രകോപനപരമായും പോലീസും ഭരണവർഗവും പെരുമാറുന്നത് വളരെ മോശപ്പെട്ടതാണ്. അവിടെ ജനാധിപത്യത്തിന്റെ മൂല്യം തന്നെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഭാവി അവസ്ഥ എല്ലാവരും വായും മൂടിക്കെട്ടി വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോൾ സമരം നോക്കുന്ന സമയത്ത് പോലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ആ സമരത്തിന്റെ ഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രതിപക്ഷ നേതാവും സമരവുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ആവശ്യം എന്ന് ചോദിക്കേണ്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു കടമയാണ്. ഈ പ്രധാനമന്ത്രി പല കാര്യങ്ങളിലും മൗനം ഭജിച്ച് തന്നെയാണ് നിൽക്കാറുള്ളത്. പക്ഷെ ഇത്രയും വലിയൊരു സമരം വന്നിട്ടും ഇങ്ങനെ മൗനം ഭജിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് അവരുടെ NDA യോഗത്തിനകത്താണ്, അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സംസാരം നടത്തിയിട്ടില്ല. അതിലും ഈ പ്രതിപക്ഷ പാർട്ടിയുടെ അതുപോലെ CJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. രാജി സംബന്ധിച്ച് ഒരു കാര്യവും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ രാജ്യത്തിനകത്ത് നടക്കുമ്പോൾ, രാജ്യം തന്നെ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ വിഷയത്തിൽ രാജ്യത്തെ യുവാക്കൾ അസ്വസ്ഥരായി സംസാരിക്കുന്ന സമയത്തും പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾ സമരം ചെയ്യുന്ന ഘട്ടത്തിലും എന്തുകൊണ്ട് ഇതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ മറ്റ് മന്ത്രിമാരൊന്നും തയ്യാറാവുന്നില്ല? തീർച്ചയായും ഇവിടെ എല്ലാവരും സമരം ചെയ്യുമ്പോഴും
എന്താ അവിടെ വെറുതെ നോക്കി നിൽക്കുക, നോക്കുന്ന പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സംഭവമേ രാജ്യത്ത് നടക്കുന്നില്ല മട്ടിൽ എങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈകിയ വേളയിലാണെങ്കിൽ കൂടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ആ സമരവുമായി ബന്ധപ്പെട്ട് അവരെ അനുകൂലിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. സെലിബ്രിറ്റികളിൽ പറയുന്നത് പോലെ പ്രകാശ് രാജ് അവിടെ നിരന്തരം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നും ടൊവിനോ തോമസ് ഉൾപ്പെടെ പ്രതികരിക്കുന്ന ഒരു നിലയുണ്ടായി. അങ്ങനെ രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നീറ്റ് പോലെ അതിലും റീനീറ്റ് എക്സാമിൽ ഉൾപ്പെടെ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ, ആത്മഹത്യ ഉൾപ്പെടെ ഒരിക്കൽ എഴുതി പിന്നീട് എഴുതുമ്പോൾ അത് കുട്ടികൾക്ക് വളരെ എന്താണ് ഇതിനു വേണ്ടി ഉറക്കമൊഴിച്ച് പൈസ ചെലവാക്കി അവരുടെ ഒരു വലിയൊരു ഭാവി സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ് ഒരു തടയിണ ഇടുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇത്തരം വലിയ സമരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കൂടാതെ എന്താണ് ഇതൊരു അതിലും വെല്ലുവിളിക്കുന്ന പോലെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു എന്താണ് ഒരു ഒരു ഞാനാണെന്ന ധാർഷ്ട്യം എന്തോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഭരണവർഗം കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാക്കളെ ഇനിയും ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം. നമ്മുടെ നിലവിലെ ഡീൻ കുര്യാക്കോസ് MP-യും അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് MP-യും നമ്മുടെ മന്ത്രി PC വിഷ്ണുനാഥിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തും പ്രതിപക്ഷ പാർട്ടികളെ വായടപ്പിക്കാനുള്ള ഒരു ശ്രമവുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒരു ഭയമായിട്ട് അവർ ഭയക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതുപോലെ ഇത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് പ്രതികരിക്കാൻ തന്നെ പിന്നീട് ഭയമാകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. എന്താ ഇത് പ്രതികരിക്കാൻ പോകുമ്പോൾ തന്നെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അതുപോലെ അറസ്റ്റ് മാത്രമല്ല, ഈ പ്രതികരിക്കുന്നവർക്ക് നേരെ ED NIA ഉൾപ്പെടെയുള്ള ഏജൻസികളെ, നാഷണൽ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയും അടിച്ചമർത്തുന്ന രീതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത CJP എടുത്ത സമരമാണെങ്കിലും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ എടുക്കുന്ന സമരമാണെങ്കിലും വളരെ സമാധാനപൂർവ്വമാണ്. ആരെയും ഉപദ്രവിക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. മഹാത്മാഗാന്ധി അനുഷ്ഠിച്ചിരുന്ന അതേ സമാനമായ രീതിയിലാണ് ഇവരും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരാഹാരമാണ് സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സമരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ അത് തന്നെയാണ്, വളരെ സമാധാനപൂർവ്വമാണ്. പക്ഷേ ഈ സമാധാനപൂർണമായിട്ടുള്ള സമരത്തെയും കേന്ദ്ര ഗവൺമെൻറ് ഭയക്കുന്നു. ഒരു പക്ഷേ ഇൻ്റർനാഷണൽ മീഡിയ ഉൾപ്പെടെ ഇതിനെ ചർച്ച ചെയ്യുന്നുണ്ട് വലിയ രീതിയിലെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോകുന്നത് കേന്ദ്ര സർക്കാരിന് ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. വളരെ അടുത്ത നേരങ്ങളിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ സമരത്തിൽ അനുകൂലിച്ചുകൊണ്ടും പങ്കെടുത്ത് വന്നത്. അപ്പോൾ തന്നെ ഇവരിത് ഒഴിവാക്കുവാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഭരണവർഗം പ്രതിപക്ഷത്തെ ഭയക്കുന്നുണ്ട് എന്നതിനുള്ളൊരു തെളിവ് കൂടിയാണിത്. ഇപ്പോൾ സോനം വാങ്ചുക്കിന് ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് ബലമായി പ്രയോഗിച്ച് മാറ്റുന്നൊരു സ്ഥിതി ഉണ്ടായി. അതേ രീതി തന്നെയാണ് ഈ MP-മാരുടെ കാര്യത്തിലും മന്ത്രിയുടെ PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. ഇവർ ഭയക്കുന്നു എന്ന് മാത്രമല്ല, പ്രതികരിക്കുന്നവരുടെ വായ മൂടിക്കെട്ടാനുള്ള ശ്രമവും ഇവർ നടത്തുന്നു എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുപോലെ രാജ്യം ഈ നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രതികരണശേഷിയില്ലാത്ത ഒരു തലമുറയെ ഇനി കാണാൻ പറ്റൂ എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം എല്ലാവരെയും പേടിപ്പിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു.